വീട്ടുകാരുടെ ഫാമിലി ഫോട്ടോ ഒക്കെ എന്തും ചെയ്യാം. ഇത് പ്രിന്റഡ് സീബ്ര ആണ്. കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത്. ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകൾ ഇതുപോലെ ഇരുന്ന് മൊബൈൽ നോക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അല്ലേ? അപ്പൊ പില്ലോ ആവശ്യമില്ല, നമുക്കിത് ആവശ്യമുള്ള ഒരു കാര്യമാണ് കംഫർട്ട് എന്നുള്ളത്. നിങ്ങൾ വാറണ്ടി നേരത്തെ പറഞ്ഞു, 10 വർഷം ഇതിനും വാറണ്ടി ഉണ്ടോ? ഓക്കെ, ടെൻഷൻ ഫ്രീ ആണ്. ആണല്ലേ, ഇങ്ങനെയാട്ടോ വരും. അത് ഇതിനെയാണ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചത്. ഓക്കെ, 3 ഷെയ്ഡ് ഇതിനകത്ത് കിട്ടും. അതാണ് ഇത് ട്രിപ്പിൾ ഷെയ്ഡ് ആവുന്നത് അല്ലേ? ഇത് വർഷങ്ങളോളം നിൽക്കുന്ന ഒരു സംഭവം ആട്ടോ. വെയിലടിച്ചാലൊന്നും ഒരു പ്രശ്നമില്ല. പലരും സിറ്റ് ഔട്ടിലൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. ഓപ്പൺ ആക്കാം, അതേപോലെ ഇങ്ങനെ വൈറ്റിൽ ക്ലോസ് ചെയ്തിടാം. നമുക്ക് ഏതാണോ പ്രിന്റ് വേണത് നമുക്ക് പ്രിന്റ് കസ്റ്റമൈസ് ചെയ്യാം. സാധാരണ സോഫകളല്ല ഇവിടെ ഉള്ളത്, സ്പെഷ്യലി ഡിസൈൻഡ് ആണ് അല്ലേ? എല്ലാം ഒരു സ്പെഷ്യൽ ഡിസൈൻ, സ്പെഷ്യൽ ഫീച്ചറുകൾ. ട്രെൻഡിങ് കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തിക്നെസ് വേണം, സോഫ്റ്റ്നെസ് വേണം, നല്ല ഡിസൈനും വേണം. അതിനകത്ത് പ്ലാന്റ്സ് ഒക്കെ കൊടുക്കാം. അതേപോലെ ഫിഷോ അങ്ങനെ എന്തെങ്കിലും അതും പറ്റില്ല, അക്വേറിയം സ്റ്റൈലില് യൂസ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, വീട് പണിയുടെ അവസാന ഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ് കർട്ടനുകൾ, ഫർണിച്ചർ, ലൈറ്റ്, അതുപോലെ തന്നെ അലങ്കരിക്കാനുള്ള കുറേ ആക്സസറീസ്. ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു പലരും തെണ്ടിത്തിരിഞ്ഞ് നടക്കുക എന്ന് പറയാമല്ലേ. പല ഏരിയകളിൽ നടന്നങ്ങ് ക്ഷീണിക്കും. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ എല്ലാം ഒരു കുടക്കീയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ലൈഫ്ലി. നമ്മളിന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ടടുത്ത് ലൈഫ്ലിയിലാണ്. ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം വാലക്കൽ. ഈ ഒരു ഷോറൂമിൽ വന്നാൽ എല്ലാം കിട്ടും. ജോയ് സർ, നമസ്കാരം. നമ്മള് മുമ്പേ കർട്ടനുകളാണ് പരിചയപ്പെടുത്തിയല്ലേ, ബ്ലൈൻഡ്സ്. ഇപ്പൊ ഇന്റീരിയറിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആയില്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ്? അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് തന്നെ കർട്ടൻ മാത്രമല്ല, ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പൊ സെറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബെഡ് ആയിക്കോട്ടെ എല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. അതെ, അപ്പൊ നമ്മൾ നല്ലൊരു ഷോറൂമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടും അല്ലേ? ഇവിടെ നമുക്ക് സോഫകൾ കാണാം, ബെഡ് കോട്ടുകൾ കാണാം, ഇന്റീരിയറിൽ കൊടുക്കുന്ന ആക്സസറീസ് കാണാം അല്ലേ? പിന്നെ വാൾ പിക്ചേഴ്സ്, ക്രാഫ്റ്റ് ഐറ്റംസ്, കാർപ്പറ്റ് എല്ലാം ഉണ്ട്. ഇവിടെയുള്ള ഏറ്റവും നല്ല കളക്ഷൻ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ഇവിടുത്തെ ബെഡ് കോട്ടൊക്കെ ഡിഫറെന്റ് ആണ്. അപർണ, നമസ്കാരം. ഇവിടെ സ്പെഷ്യൽ ഡിസൈൻ ചെയ്തിരുന്ന ബെഡ് കോട്ടുകൾ ഉണ്ട് എന്നാ പറഞ്ഞത്. നമ്മളെ വ്യൂവേഴ്സിന് അത് കാണണം, കാണിച്ചു കൊടുക്കാം. സ്പെഷ്യൽ ഡിസൈൻ എന്ന് പറഞ്ഞതാ ഫുൾ കവറിംഗ് ബെഡ് ആണ്. ഇപ്പൊ ഇതൊക്കെയാണ് ട്രെൻഡിങ് അല്ലേ? ഇതാകുമ്പോ നമുക്ക് വുഡ് കാലിന് തട്ടിയോ അങ്ങനെ പരിക്കേൽക്കൊന്നുമില്ല. ഫുൾ ഫോം അല്ലേ, മെറ്റൽ ലെഗും ആണ്, ഫോം കവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു കിങ് സൈസ് തന്നെയാണോ? കിങ് സൈസ് ആണ്. മാക്സിമം വിടുത്തില്ലേ? 6'4" സൈസ്? അതെ, ആ ഒരു സൈസിൽ. ഇനിയിപ്പോ നമ്മുടെ വ്യൂവറിന് ഇത് ക്യൂൺ സൈസിൽ അല്ലെങ്കിൽ കിങ് സൈസിലൊക്കെ ഏതെങ്കിലും കൊടുക്കാം, കസ്റ്റമൈസ് ചെയ്യാം. ഈ കാണുന്ന കളർ മാറ്റി കൊടുക്കാൻ പറ്റുമോ? മാറ്റി തരാം കേട്ടോ. ഇത് ഫുള്ള് കവർ ഏതാന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും പരിക്ക് പറ്റില്ല, ഒരു റിച്ച് ഫീൽ കിട്ടും അല്ലേ? നിങ്ങൾക്ക് പെട്ടെന്ന് റിച്ച് ആവാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത്. ഇനി ഇതാ മറ്റൊരു മോഡല്, ക്യൂൺ സൈസ് ആണ്. ഓക്കെ, ഇതിന്റെ മെറ്റീരിയൽ എന്താ വരുന്നത്? ആർട്ടിഫിഷ്യൽ ലെതറിൽ ചെയ്തിരിക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ലെതർ ആണ് അല്ലേ? ഫോം ഫില്ലിംഗ് ഉണ്ട് ഇവിടെ. ഫോം ഫില്ലിംഗ് ഉണ്ട്, അതുകൊണ്ട് ഒരു കുഷൻ ഫീൽ കിട്ടും. അതുകൊണ്ട് തല വെക്കാൻ തലയണ ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, സാരി ഇരിക്കുമ്പോഴൊക്കെ കംഫർട്ട് ആയിരിക്കും. ഓക്കെ, ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകൾ ഇതുപോലെ ഇരുന്ന് മൊബൈൽ നോക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അല്ലേ? അപ്പൊ പില്ലോ ആവശ്യമില്ല, നമുക്കിത് ആവശ്യമുള്ള ഒരു കാര്യമാണ് കംഫർട്ട് എന്നുള്ളത്. അത് ബെഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും അധികം ബെഡുകൾ ആ രീതിയിൽ. ഇതാ ഈ ബെഡ് കണ്ടില്ലേ? ഇതാണെങ്കിലും ആ ഒരു സിസ്റ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത്രയും ഫോം വരുന്നു, ഇതെല്ലാം കവർ ചെയ്യും. ഇതിനകത്ത് വരുന്നത് മെറ്റൽ ആണോ അതോ വുഡാണോ? വുഡാണ് വരുന്നത്. ക്വാളിറ്റി ഉള്ള വുഡ് തന്നെ ആയിരിക്കും. മഹാഗണി തന്നെ ക്വാളിറ്റി ഉള്ള വുഡ്, ട്രീറ്റഡ് വുഡ് ആണ്. നിങ്ങൾ വാറണ്ടി നേരത്തെ പറഞ്ഞു, 10 വർഷം ഇതിനും വാറണ്ടി ഉണ്ടോ? ഓക്കെ, ടെൻഷൻ ഫ്രീ ആണ്. ഇതും ഇതാ കിങ് സൈസ് ആണ്, വലിയ സൈസ് ആണ് അല്ലേ? ഇതൊരു ചെറിയ വുഡൻ ടൈപ്പ് ആണല്ലോ, വിന്റേജ് ടൈപ്പ് ആണ്. വുഡ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? വുഡിലും വേണം ഡിസൈൻ അല്ലേ? പക്ഷെ ഇത് കുറച്ചും കൂടെ നിങ്ങൾ കംഫർട്ട് ആക്കിയില്ലേ ഇതിന്റെ കാര്യങ്ങളൊക്കെ? അതെ, സൈഡിൽ ഫിനിഷിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഒരു കംഫർട്ട് ആണ്. അതെ, അതുപോലെ നമുക്ക് ക്ലീനിങ് ഒക്കെ ഈസി ആണ് അല്ലേ? ഓക്കെ, പക്ഷെ ഇത് ഒരു മഞ്ചൽ എന്താ പറയാ, ഒരു മണിയറക്കട്ടിൽ എന്നൊക്കെ പറയുന്ന ഐറ്റം ആണ് അല്ലേ? ഇത് ഫുള്ള് വുഡ്. എന്ത് വുഡിൽ അത് വന്നിരിക്കുന്നത്? മഹാഗണി വുഡിൽ ചെയ്തിരിക്കുന്നത്. മഹാഗണി ആണ്. ഇതിനകത്തും കുഷൻ ഉണ്ട്. അതെ, അതിനകത്തും കുഷൻ ഉണ്ട്. തേക്ക് വേണമെങ്കിൽ തേക്ക് ചെയ്ത് കൊടുക്കാം, കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, ഇതാ ഇതിന് നല്ല ഹൈറ്റ് വരുന്നുണ്ട്. വീട് എന്തായാലും 3 മീറ്റർ ഉണ്ട്, അതിനുള്ളിൽ ഒതുക്കാൻ പറ്റും. പക്ഷെ ഇത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നോ ടെൻഷൻ. ചില ആൾക്കാർ ഇതിനകത്ത് നെറ്റൊക്കെ യൂസ് ചെയ്ത് അടിപൊളിയാക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു സംഭവം കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുക,
ഇത് നമ്മൾ മാളിലൊക്കെ കാണുന്ന ഐറ്റം ആണല്ലോ, ഇതിനെന്താ ഇവിടെ റോള്? ഇതെന്താ സംഭവം? ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? നമ്മൾ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, നമ്മൾ ആവശ്യാനുസരണം വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് വീട്ടിൽ വെച്ചാൽ പിന്നെ മാളിൽ ഇടക്ക് പോകണ്ടല്ലോ, പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് പല മോഡൽ ഇതിന്റെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഡിസ്ക്രിപ്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വില വിവരങ്ങൾ കിട്ടൂലേ. അതെ അതെ, വീടായാൽ ബെഡ് കോട്ട് വേണം, പക്ഷെ നല്ല ഭംഗിയുള്ളത് കൊടുക്കണ്ടേ? അതിവിടെ കിട്ടും അല്ലേ? ഇതെന്ത് വുഡാ വന്നിരിക്കുന്നത്? ഇത് മഹാഗണി വുഡിൽ ചെയ്തിരിക്കുന്നത്. മഹാഗണിയിൽ കർവ് ചെയ്ത ഡിസൈൻ, അതുപോലെ ഇതുപോലെ സിമ്പിൾ ഡിസൈൻ ഒക്കെ. ഓക്കെ, ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ട്രീറ്റഡ് വുഡ് തന്നെയാണ്. ഓക്കെ, ഇത് ഏത് സൈസിലാണ് വരുന്നത്? ഇത് ക്യൂൻ സൈസ് ആണ്. ക്യൂൻ സൈസ് ആണ്. ഇനി നിങ്ങൾക്ക് കിങ് സൈസ് ആണ് വേണ്ടതെങ്കിൽ അത് ലഭിക്കും കേട്ടോ. ഈ ഒരു മോഡൽ, റത്തൻ മോഡൽ അല്ലേ? ഇത് നല്ലൊരു ഐഡിയ ആണ്. ഇപ്പൊ ആൾക്കാര് ചോദിച്ചു വരുന്നുണ്ടാവും. ഇത് നമ്മൾ തന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ആർക്കിടെക്ട്സിന് ഒരു ഐഡിയ സെക്ഷൻ തന്നെ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു കെയിൻ ഐഡിയ ഇപ്പൊ വർക്ക്ഔട്ട് ആകുന്നുണ്ട്. അവർ സെലക്ട് ചെയ്യുന്ന ഒരു ഐഡിയ ആണത്. അപ്പൊ ഇതും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെയാണ് നമുക്ക് ഈ ബെഡ് സൈഡ്സും വരുന്നത്. സൈഡ് ടേബിൾ അല്ലേ? ഇത് പല മോഡലുകൾ കണ്ടല്ലോ. പല മോഡൽ നമ്മൾ ചെയ്തു കൊടുക്കും. അതേപോലെ വുഡനിൽ ചെയ്തു കൊടുക്കും. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ മാച്ച് ചെയ്യുന്നത് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം. അതെ, കളർ ചേഞ്ച് ചെയ്ത് കളറിലാണോ വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. ബെഡ് കോട്ട് പോലെ തന്നെ പ്രധാനപ്പെട്ടാണ് ബെഡ്. ഇവിടെയൊക്കെ മാട്രസുകൾ കാണുന്നുണ്ട്. നിങ്ങൾ ഏതൊക്കെ ബ്രാൻഡുകൾ മാട്രസ് കൊടുക്കുന്നുണ്ട്? നമ്മൾ ഡ്യൂറോഫ്ലെക്സ്, പെപ്സ്, സുനിദ്രയുടെ മാട്രസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബെഡിനായിട്ട് നിങ്ങൾ വേറെ സ്ഥലം തിരഞ്ഞെടുക്കണ്ട. ബെഡ് കോട്ടിന്റെ കൂടെ തന്നെ ബെഡും കൂടെ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. വീടാകുമ്പോൾ കർട്ടൻസ് വേണം. കർട്ടൻ ഉണ്ടെങ്കിൽ വീട് വേറെ ലുക്ക് വരും അല്ലേ? ഇവിടെ കുറെ മോഡൽ. ഇത് റിപ്പിൾ കർട്ടൻസ് ആണ്. നമുക്ക് ഇതിന്റെ പല കളർ ചേഞ്ച് കിട്ടുന്നുണ്ട്. അതേപോലെ ഷീർ ടൈപ്പും അതേപോലെ റോമൻ മെറ്റീരിയൽ വെച്ചിട്ടുള്ള പല മോഡൽ കർട്ടൻസ് വരുന്നുണ്ട്. ഇത് ഉള്ളിൽ വെക്കുന്ന ഷീർ ടൈപ്പ് ആണ്. ഷീർ ആണ്. ഇത് പല ട്രാൻസ്പെറൻസിയിൽ നമുക്ക് കൊടുക്കും. അതെ അതെ, പല കളറിൽ പല ചേഞ്ചിൽ അങ്ങനെ വരും. ഇങ്ങനെ ഇടാനായിട്ട് വീട്ടിലെ മോഡൽസ് നമ്മൾ ഇങ്ങനെയാണ് ഇടുന്നത്. ട്രെൻഡ് ഇതാണല്ലോ. ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇത് കളറ്, മെറ്റീരിയൽ, അതേപോലെ തന്നെ ഡിസൈൻ, ഇതെല്ലാം സെറ്റ് ചെയ്ത് തരും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നല്ല ലൈറ്റ് അടിക്കുന്ന ഏരിയകളിലൊക്കെ ഇതുപോലെ എടുക്കുമ്പോൾ ബ്ലാക്ക് ഔട്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കണം അല്ലേ? കുറച്ചും കൂടെ ലൈറ്റ് നിങ്ങൾക്ക് ലൈറ്റിനെ തടയും. പക്ഷെ എടുത്തു പറയണ്ട, ഏറ്റവും ട്രെൻഡിങ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇതായിരിക്കും അല്ലേ? എങ്ങനെയാ ഇതിന്റെ ഫീച്ചർ ഒന്ന് പറഞ്ഞു കൊടുത്തേ? ഇത് പ്രിന്റഡ് ടൈപ്പ്, റോളർ ടൈപ്പ് ബ്ലൈൻഡ്സ് ആണ് വരുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്, റോള് ചെയ്ത് മേളോട്ട് കയറി പോകുന്ന ടൈപ്പ് പ്രിന്റഡ് ആണ്. അതൊരു ആർട്ട് വർക്ക് കൊടുത്ത ഒരു ലുക്ക് കിട്ടും. കസ്റ്റമൈസ് ചെയ്യാം. ഏത് പിക്ചർ ആണോ വേണ്ടത് അത് നമുക്ക് പ്രിന്റ് ചെയ്ത് നമ്മളെ വീട്ടുകാരുടെ ഫാമിലി ഫോട്ടോ എന്ത് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതോ? ഇത് പ്രിന്റഡ് സീബ്ര ആണ്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത്. ഓക്കെ, ലൈറ്റ് വരുന്ന പോർഷൻ വേറെ കളറിൽ അങ്ങനെ ഈ രീതിയിൽ ചെയ്യും കേട്ടോ. ഓക്കെ, ഇത് ശരിക്കും ഇതൊരു ആർട്ട് വർക്ക് ആണ്. അത് നമ്മളെ ബ്ലൈൻഡ്സിൽ വന്നുള്ളൂ. ഇതാണെങ്കിലോ ഇത് റോമൻ ക്ലോത്ത് ആണ്. റോമൻ ആണ്. ഓക്കെ, റോമൻ ടൈപ്പ്. റോമന് പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല സ്റ്റിച്ചിങ്ങിൽ വരുന്നതാണ് അല്ലേ? ക്ലോത്തിൽ ചെയ്തിരിക്കുന്നതാണ്. ക്ലോത്തിലാണ്. ഇത് സീബ്ര ബ്ലൈൻഡ്സ് ആണ്. സീബ്ര ആണ് അത് അല്ലേ? ഓക്കെ, സീബ്ര തന്നെയാണ്. അത് പാറ്റേൺ കൂടെ വന്നു. പല ഒരു ലീഫിന്റെ ടൈപ്പ് പാറ്റേൺ. ഇതും അതേപോലെ സീബ്ര ബ്ലൈൻഡ്സ് ആണ്. ബ്ലാക്ക് ഔട്ട് വരുന്നുണ്ട്. ഇത് ഫ്ലോറൽ ടൈപ്പ് മോഡലാണ് വരുന്നത്. സീബ്ര തന്നെ ഫ്ലോറലാണ്. ഇത് നമുക്ക് പല മോഡൽസ് വരുന്നുണ്ട്. ഇത് എംബ്രോയിഡറി മോഡൽസ്, കട്ട് ഫ്ലവർ, അതേപോലെ ക്ലൗഡ്സ്, അതേപോലെ ട്രിപ്പിൾ ഷെയ്ഡ് ആണ് അത് അല്ലേ? ഇതിനകത്ത് എത്ര തിക്നെസ് വരും? നമ്മുടെ വ്യൂവേഴ്സിന്റെ സൈഡ് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. അതാണ്ടല്ലേ ഇങ്ങനെയാട്ടോ വരും. അത് ഇതിനെയാണ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചത്. ഓക്കെ, 3 ഷെയ്ഡ് ഇതിനകത്ത് കിട്ടും. അതാണ് ഇത് ട്രിപ്പിൾ ഷെയ്ഡ് ആവുന്നത് അല്ലേ? ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇതാണ് ട്രിപ്പിൾ ഷെയ്ഡ് കേട്ടോ. കർട്ടന്റെ അപ്പുറം ബ്ലൈൻഡ്സിൽ ഒരുപാട് പുതിയ ഐഡിയാസ് വരുന്നുണ്ട്. ഇതും ട്രിപ്പിൾ ഷെയ്ഡിന്റെ വെർമൻ ആണ്. അതേപോലെ വുഡൻ വരുന്നുണ്ട്. ഇത് നമുക്ക് വുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഒരു ഓൾഡ് ലുക്ക് ഒക്കെ വരുന്നല്ലേ? ആ ഒരു സംഭവങ്ങളാണ്. വുഡിന്റെ അതേ ലുക്കിൽ വരുന്ന വെനീഷ്യൻ ബ്ലൈൻസ് ആണ് കേട്ടോ. കിച്ചണിലൊക്കെ കൊടുക്കാം. നനഞ്ഞാലൊന്നും ഒരു പ്രശ്നമില്ല. ഇനി നല്ല വെയിലടിക്കണോടത്ത് കൊടുക്കുന്ന സംഭവം അല്ലേ? ഇതിനെന്താ പറയാ പേര്? PVC ബ്ലൈൻഡ്സ് ആണ്. ഇത് വർഷങ്ങളോളം നിൽക്കുന്ന ഒരു സംഭവം കേട്ടോ. വെയിലടിച്ചാലൊന്നും ഒരു പ്രശ്നമില്ല. പലരും സിറ്റ് ഔട്ടിലൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതാ വെർട്ടിക്കൽ ബ്ലൈൻഡ്സ് ആണ്. ഇങ്ങനെ നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് ചെയ്തിരിക്കുന്ന ബ്ലൈൻഡ്സ് ഇങ്ങനെ ആയിരിക്കും ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇത് പല കളറിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ട് ലുക്ക് ഉണ്ട്. സാധാരണ ഇത് ഓഫീസുകളിലൊക്കെ ഇത് കൊടുക്കുമ്പോ ഒരു വൈറ്റിലൊക്കെയാണ് കാണാറുള്ളത്. ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ, അതാണ് അതിന്റെ ഒരു വർക്കിംഗ്. അങ്ങനെയാണ് കേട്ടോ. ഇതാണെങ്കിലോ ഇത്
ഇത് റോളർ വിത്തൗട്ട് പെൽമെറ്റിൽ വരുന്നതാണ്. റോളർ ബ്ലൈൻഡ്സ് ആണ്, പെൽമെറ്റ് ഇല്ലാത്ത ടൈപ്പ് ആണ്. ഇത് റോമൻ തന്നെയാണ്. അതെ, റോമൻ തന്നെ. ഇനി ഇതാ ഇപ്പൊ കൂടുതലായിട്ട് ആൾക്കാർ ആവശ്യം അതാണല്ലോ വേണ്ടത്, കൊതുക് വരരുത് വീട്ടിലേക്ക്, അതാണ് ലക്ഷ്യമെങ്കിൽ ഇത് ഉപയോഗിക്കാം അല്ലെ. ഇത് ഹണികോംബ് വിത്ത് മൊസ്കിറ്റോ നെറ്റ് വരുന്നതാണ്. സ്ലൈഡിംഗ് ആണ്. സ്ലൈഡിംഗ് ആണ്. നമുക്ക് സ്ലൈഡ് ചെയ്താൽ അങ്ങനെ കാണും. അങ്ങനെ ഇങ്ങോട്ട് ചെയ്ത് അങ്ങനെ സ്ലൈഡിംഗ് ടൈപ്പ് വരുന്നത്. ഓക്കെ, പലരും അന്വേഷിക്കുന്ന സംഭവമാണ് ഹണികോംബ് മാത്രം. ഹണികോംബ് മാത്രം. ഇനിയിപ്പോ അതിനും അപ്പുറം ഇന്റീരിയർ ബ്ലൈൻഡ്സ്. ഇതാ ഇപ്പം വന്നൊരു ഐഡിയ കേട്ടോ, നമുക്ക് വെറുതെ കാണാൻ വേണം എന്നാല്. ഇത് മാഗ്നറ്റ് ടൈപ്പ് ആണ്. അപ്പൊ ഇങ്ങനെ നമ്മള് ഒന്ന് മാറ്റിക്കിടന്നാലും ഒരുമിച്ചിരുമ്പോ മാഗ്നറ്റ് ആയിട്ട് ഒട്ടിക്കോളൂ. അങ്ങനെ ഇത് എവിടെ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. ഇൻഡസ്ട്രിയൽ ആയിട്ട് നമ്മളിപ്പോ ഓരോ സ്ഥാപനങ്ങളിൽ വലിയ വലിയ പൊടിപടലങ്ങളൊക്കെ ഉള്ള അല്ലെ, അവർക്ക് ഓഫീസിലേക്ക് വരാതിരിക്കാൻ യൂസ് ചെയ്യാം. അതെ, പുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഇന്റീരിയർ ബ്ലൈൻഡ്സ് തന്നെ, മാഗ്നറ്റിക് ഇല്ലാത്തത്, അതായത് ഇങ്ങനെ കിടന്നോളൂ അല്ലെ, അടുത്ത് കിടന്നോളൂ. ഓക്കെ, ഇതൊക്കെ നമ്മളിത് ഓരോന്ന് എടുത്ത് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാട്ടോ. ഇതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് ആന്റി പ്രൈവസി PC ഡോർ ആണ്. പിന്നെ ഇത് അലൂമിനിയം ഫോൾഡിംഗ് ഡോർ ആണ് വരുന്നത്. ഇത് നേരെ ഫോൾഡ് ചെയ്യാം അല്ലെ. ഇത് അലൂമിനിയം മെറ്റീരിയൽ വരുന്നത്. ഓക്കെ, നിങ്ങൾ റെസ്റ്റ് പിടിച്ച് കേട് വരുന്നുള്ള ടെൻഷൻ വേണ്ട കേട്ടോ. അലൂമിനിയം ഓക്കെ, ഫോൾഡിംഗ് ഡോർ. അതുപോലെ മൊസ്കിറ്റോ, ഇത് നെറ്റ് ഡോർ ടൈപ്പ് ആണ്. ഇത് മൊസ്കിറ്റോ നെറ്റ് തന്നെ സ്ലൈഡിംഗ് ടൈപ്പ് ആണ്. ഓക്കെ, ഇതുപോലെ ഒരുപാട് മോഡൽ സ്ലൈഡിങ്ങിലുണ്ട്. നമ്മളിപ്പോ ഈ പറഞ്ഞതൊക്കെ ഒരു 10-20ഓളം മോഡൽ. ഇതിൽ ഓരോന്നും സമയം നോക്കാതെ നിങ്ങൾക്ക് പറഞ്ഞതെങ്കിൽ നിങ്ങളെ ആവശ്യം എന്താണോ അതിന് അവർ ഉപയോഗിക്കണം. കിട്ടുന്നില്ല, നമ്മുടെ നാട്ടിൽ കിട്ടില്ല എന്നുള്ള കംപ്ലൈന്റ് വരരുത്. നല്ലൊരു അടിപൊളി ആർട്ട് വർക്ക് ആണല്ലോ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് എന്തിലാ ചെയ്തത്? ഇത് വുഡൻ ബ്ലൈൻഡ്സ് ആണ്. പ്രിന്റഡ് ആയിട്ടുള്ള വുഡാണ്. വുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് രണ്ട് ടൈപ്പ്, ഇങ്ങനെ ക്ലോസ് ചെയ്തിടാം, ഓപ്പൺ ആക്കിയിടാം. അതേപോലെ ഇങ്ങനെ വൈറ്റിൽ ക്ലോസ് ചെയ്തിടാം. പിന്നെ നമുക്ക് ഏതാണോ പ്രിന്റ് വേണത് നമുക്ക് പ്രിന്റ് കസ്റ്റമൈസ് ചെയ്യാം പറ്റൂല. ഒരുപാട് ആർട്ട് വർക്കുകൾ ചെയ്യാം അതിനകത്ത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പ്രിന്റ് ചെയ്യണമെങ്കിൽ അത് ബ്ലൈൻഡ്സിൽ ഇതുപോലെയുള്ള വുഡൻ ബ്ലൈൻഡ്സിൽ ചെയ്യാം, അല്ലെങ്കിൽ റോളർ ബ്ലൈൻഡ്സിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഫാബ്രിക് ബ്ലൈൻഡ്സ് ചെയ്യാം, സീബ്രയിൽ ചെയ്യാം, എന്തിലും ചെയ്യും. നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് ഇവിടെ പറഞ്ഞാൽ മതി. സാധാരണ സോഫകളല്ല ഇവിടെ ഉള്ളത്, സ്പെഷ്യലി ഡിസൈൻഡ് ആണ് അല്ലേ. എല്ലാം ഒരു സ്പെഷ്യൽ ഡിസൈൻ, സ്പെഷ്യൽ ഫീച്ചറുകൾ. ഇത് നമ്മൾ ലിവിങ്ങിലൊക്കെ പ്ലേസ് ചെയ്താൽ വേറെ ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള മാത്രം സെലക്ട് ചെയ്താണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പ്രീമിയം ഐറ്റംസ് മാത്രമേ നമ്മൾ ഇവിടെ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ വുഡ് ആണ് വരുന്നതെങ്കിൽ ട്രീറ്റഡ് വുഡ്സ് ആണ്. അതേപോലെ ട്രീറ്റഡ് വുഡ് ആണ്. അപ്പൊ പൊട്ടിപ്പോവൊന്നും ഉണ്ടാവില്ല. 10 ഇയർ വാറന്റി നമ്മൾ വുഡ്സിന് കൊടുക്കുന്നുണ്ട്. 10 ഇയർ വാറന്റി വുഡിന് വരുന്നത്. ഇതൊക്കെ ഒരു പ്രീമിയം ഫീൽ അത് കിട്ടുന്നുണ്ട് ഇതിനകത്ത്. അതാണ് ഇതിന്റെ ഒരു ഐഡിയ കേട്ടോ. ഇത് ഒരു കോംബോ ആണോ? അത് അല്ല, ഇത് കോംബോ അല്ല, സെപ്പറേറ്റ് ആണ്. ഓക്കെ, സെപ്പറേറ്റ്. ഇത് എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്തത് ഇതിനകത്ത്? ഇത് ഫ്ലോറൽ ഫാബ്രിക് ആണ് വരുന്നത്. അത് മാത്രമല്ല പോക്കറ്റ് സ്പ്രിംഗ് ആണ്. അപ്പൊ സിറ്റിംഗ് കംഫർട്ട് ആണ്. അതുപോലെ നല്ല റെക്രോണും ഉണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാ കുറച്ചുകൂടി ഒരു എക്സിക്യൂട്ടീവ് എങ്ങനെ പറയാത് അല്ലേ, സ്പെഷ്യൽ ആണ് അല്ലേ. ഇത് ആർട്ടിഫിഷ്യൽ ലെതറിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ക്ലീനിങ് ഒക്കെ നമുക്ക് എളുപ്പമായിരിക്കും. അതേപോലെ ലെഗ് ആണെന്നുണ്ടെങ്കിൽ മെറ്റൽ ലെഗ് ആയിരിക്കും വരുന്നത്. മെറ്റൽ ലെഗ് ആണ്. ഇപ്പൊ ഇത് ഈ കളർ അല്ലാതെ നമ്മുടെ കസ്റ്റമൈസ് ചെയ്യാം. ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അതുപോലെ സൈസ് ആണെങ്കിലോ സൈസ് അതേപോലെ ലെങ്തും വിഡ്ത്തും നമ്മൾ മെഷർമെന്റ് എടുത്തിട്ടായിരിക്കും വീട്ടിൽ വന്ന് മെഷർമെന്റ് എടുത്ത് നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ഇതുപോലുള്ള സോഫകൾ വേണമെങ്കിൽ അവിടെ വന്ന് അളവെടുത്ത് നിങ്ങൾ ചെയ്തു കൊടുക്കും. ഓക്കെ, ഇത് മാത്രമല്ല കേട്ടോ, അതാ വെറൈറ്റികൾ ഒരുപാടുണ്ട്. എല്ലാം സ്പെഷ്യൽ ആണ്. ഇവിടെ വൺ സൈഡ് ഇങ്ങനെ റിലാക്സ് ചെയ്ത് കിടന്ന് പറയുന്നത് ലോഞ്ചർ സോഫയെന്നാണ്. ഇതും ലെതർ ഒരു ഫാബ്രിക് വരുന്നതാണ്. അതേപോലെ തന്നെ വുഡൻ വരുന്നത് മഹാഗണി വുഡിൽ ചെയ്തിരിക്കുന്നത്. ഇത് ഫാബ്രിക് അല്ല, ആർട്ടിഫിഷ്യൽ ലെതർ ആണോ? അല്ല, ആർട്ടിഫിഷ്യൽ ലെതർ അല്ല, ഫാബ്രിക് ആണ്. ലെതർ ഫീൽ ഫിനിഷ് വരുന്ന ഫാബ്രിക് ആണ്. ഓക്കെ, ലെതർ ഫിനിഷ് സ്യൂട്ട് ആണ്. അപ്പൊ ഇതിനകത്തും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. എല്ലാം വുഡ് വരുന്നത് മഹാഗണി ട്രീറ്റഡ് ആണ്. പക്ഷെ ഈ സോഫ ഇത് പറയാതിരിക്കാൻ വേണ്ടിട്ട് എന്താ കർവ് ചെയ്തിരിക്കുകയാണോ? കാഷ്യൂ ടൈപ്പ് സോഫയാണ്. കാഷ്യൂ ടൈപ്പ് ആണ് അല്ലേ? അതെ, ഒരു കാഷ്യൂന്റെ മോഡലാണ്. ഈ കർവ് ഡിസൈനിങ്ങും അതൊക്കെ നമുക്ക് കംഫർട്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഈ റെക്രോൺ പില്ലോസ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിരിക്കും നമുക്ക് സിറ്റിംഗ് കൂടെ കംഫർട്ടബിൾ ആണ്. അതേപോലെ പോക്കറ്റ് സ്പ്രിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ട് ആയിരിക്കും. ലെഗ് ഉണ്ട്, അത് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. മഹാഗണിയിലാണ് നമ്മൾ ബേസ് വരുന്നത്. ഇതിന്റെ ഫാബ്രിക്കിന് എന്തോ ഡിഫറൻസ് ഉണ്ട്. അതെ, ഇതൊരു ഹിമാലയൻ ക്ലോത്ത്, ഹിമാലയൻ ഫീലിംഗ് ഉള്ള ഫാബ്രിക് ആണ്. ഹിമാലയൻ ഫാബ്രിക് എന്നാണ് ഇതിന് പറയുന്നത് അല്ലേ. ഓക്കെ, ഇതിനും കളറിന് ഓപ്ഷൻസ് കൊടുക്കാം. അതെ, ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്, ചെയ്യാം. ഇപ്പൊ ഈ കാണുന്നത് ചെറിയ സൈസ് 2 സീറ്റർ ആണ്. ഇത് 2 സീറ്റർ, ഇത് 3 സീറ്റ്, ഇത് 3+2 കോംബോ ആണ്. നമുക്ക് സിംഗിൾ സീറ്റർ ആണെങ്കിൽ ചെയ്തു തരും. ഓക്കെ, ഓ ഇതാ നമ്മള് മുമ്പൊക്കെ കണ്ടിരുന്ന ഒരു മോഡലാണ്. ഇതിനേക്ക് ഗോൾഡൻ ലെഗും കൂടെ വന്നല്ലോ അല്ലെ.
ഇതും കസ്റ്റമൈസ് ചെയ്യാം, കളർ കസ്റ്റമൈസ് ചെയ്യാം. ഇതൊരു വെൽവെറ്റ് ടൈപ്പ് ഫാബ്രിക് ആണ്. നമുക്ക് ഫാബ്രിക് എല്ലാം കസ്റ്റമൈസ് ചെയ്യാം. ഇതിലിപ്പോ വേറെ ഏതെങ്കിലും ഫാബ്രിക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിനകത്തൊന്ന് ഇരുന്ന് കാണിച്ചേ ഇതിന്റെ ഒരു കംഫർട്ട് എത്രത്തോളം ഉണ്ടെന്ന്. കാരണം അത്രയും ഒരു സോഫ്റ്റ് ഫാബ്രിക് ആണ് അല്ലേ. സോഫ്റ്റ് ഫാബ്രിക് മാത്രമല്ല, നമ്മൾ പോക്കറ്റ് സ്പ്രിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ട് ആയിരിക്കും. കംഫർട്ട് ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാം. ഇത് ലോഞ്ചർ വിത്ത് ആണ് വരുന്നത്. ലോഞ്ചർ ടൈപ്പ് ആണ്. നമുക്കത് സൈഡിലേക്കൊക്കെ മാറ്റിയിട്ട് യൂസ് ചെയ്യാം. ലോഞ്ചർ ടൈപ്പ് ആണ്. ലീവിംഗ് ഏരിയയിലേക്കും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഇനി ഇതിപ്പോ ഇതിനകത്ത് യു ഷേപ്പ് ആക്കി ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. പറ്റും. നമുക്ക് എൽ ഷേപ്പ് ആക്കാം, യു ഷേപ്പ് ആക്കാം. ഇത് പിന്നെ 1 സീറ്റ് ആക്കാം, 2 സീറ്റ് ആക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സ്പെഷ്യലി ഡിസൈൻ ചെയ്ത സോഫകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതാ ഈ ഒരു ഭാഗത്ത് ക്യൂട്ടായിട്ടുള്ള ടേബിൾ. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ടേബിൾ അടിപൊളിയാണ്. ഇതും ഒരു സെറ്റ് ആയിട്ട് അങ്ങനെയാണോ നിങ്ങൾ കൊടുക്കുന്നത്? ഇതൊരു 3 സീറ്റും കൂടെ ഉണ്ട്. ഒരു 3 സീറ്റ് സോഫയും കൂടി ഇതിന്റെ കൂടെ ഉണ്ട്, വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇതിനകത്തൊക്കെ ഇടയ്ക്ക് നമ്മൾ ചെറിയ ചെറിയ ടേബിളുകൾ കാണാം. ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്യാം. ഇത് കോഫി ടേബിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ കൂടെ ഇടാനായിട്ട് അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം. മെറ്റൽ ആണെന്നെങ്കിൽ മെറ്റലിലും വുഡനിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. സോഫകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാ ഒരുപാട് മോഡലുകളുണ്ട്. എല്ലാം കൂടെ നമ്മൾ പറഞ്ഞാൽ ഇന്ന് അവസാനിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ അത് നിർത്തിയിരിക്കുന്നത്. അപ്പൊ സോഫ ഏത് കളറിലും ലഭിക്കും, ഏത് മെറ്റീരിയലും ലഭിക്കും, കസ്റ്റമൈസ് ചെയ്യും, ഏത് വുഡിലും ലഭിക്കും. പ്രീമിയം ലുക്കുള്ള ഡൈനിങ് ടേബിൾ ഇവിടെ കണ്ടപ്പോൾ ഇതും കൂടെ ഉണ്ടാവുമല്ലോ നിങ്ങളെ കളക്ഷൻ ആയിട്ട് അല്ലേ. ഏത് സൈസിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കും? ഏത് സൈസിൽ നമ്മൾ മെഷർമെന്റ് എടുത്ത് ചെയ്ത് കൊടുക്കും. പിന്നെ അതേപോലെ ടോപ്പ്, ഗ്ലാസ് ടോപ്പും. ഇത് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ്. അങ്ങനെ മാർബിൾ ടോപ്പും ഗ്ലാസ് ടോപ്പും വുഡൻ ടോപ്പിലും ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതാണ് ബ്ലാക്ക് വെറൈറ്റി അല്ലേ. എന്തല്ലേ കാർപ്പറ്റ്, ഇതാണ് ഇപ്പൊ ട്രെൻഡിങ് അല്ലേ. ട്രെൻഡിങ് കാർപ്പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തിക്നെസ് വേണം, സോഫ്റ്റ്നെസ് വേണം, നല്ല ഡിസൈനും വേണം. ഇതുപോലുള്ള വലുതും വരുന്നുണ്ട്, ചെറുതും വരുന്നുണ്ട്. എന്താ സോഫ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തത് ബെഡ്റൂമില് ലിവിംഗില് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാട്ടോ. ഇത് മാത്രല്ല, മോഡലുകൾ ഒരുപാടുണ്ട് അല്ലേ. ഇതൊക്കെ വലുതാണ്, അതിന്റെ ഒരു സൈഡ് മാത്രം നമുക്ക് കാണുന്നുള്ളൂ തോന്നുന്നു. ഇത് 8x4 വരുന്നുണ്ട്. അതിന്റെ മേലെ റൗണ്ടും വരുന്നുണ്ട് അല്ലേ. റൗണ്ട് ഷേപ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഭംഗിയിൽ ചെയ്യാം. അപ്പോൾ ഇതും ഇപ്പോൾ ട്രെൻഡിങ് ആണ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലുള്ള ഡിസൈൻ. ഇപ്പോൾ ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഇതിൻ്റെ ഒന്നും വില പറയുന്നില്ലല്ലോ, വില പറയുന്നില്ലല്ലോ. അതാണ് ഇപ്പോൾ പറയുന്നത്. ഇതിനൊക്കെ വില എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഡലുകളുണ്ട്. ഓരോന്നിൻ്റെയും വില ഡിഫറെൻ്റ് ആണ്. ഓരോന്ന് പറയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. എന്താ സംഭവം, വലിയൊരു ക്ലോക്ക് ആണ് ഇത് അല്ലേ. മെറ്റലില് ഒരു സ്കെൽട്ടൺ ലുക്കിൽ വരുന്ന ഇത്ര വലിയ ക്ലോക്ക് ഒക്കെ വരുന്നുണ്ട് അല്ലേ. നമുക്ക് പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട് അല്ലേ, എല്ലാം ഉണ്ട്, പല ഷേപ്പിലുണ്ട്. ഇതെന്താ വെച്ചാൽ നമ്മൾ ഇന്റീരിയറിൽ ഒരു വേറെ ലെവൽ ലുക്ക് കിട്ടണമെങ്കിൽ നല്ല എന്തെങ്കിലും ഷേപ്പ് വേണം. അത് രണ്ട് പർപ്പസിലാണ്. അതായത് ഇന്റീരിയറിൽ നല്ലൊരു ആക്സസറി ആയി, അതുപോലെ സമയം നോക്കാൻ ഒരു ക്ലോക്കും ആയി. ഈ രീതിയിലാണ് ഇത് ചെയ്യുക. ഇപ്പൊ ഇത് മാത്രമല്ല കേട്ടോ, ക്ലോക്കുകൾ മാത്രമല്ല, മെറ്റൽ ആർട്ടുകൾ അല്ലെങ്കിൽ ആർട്ട് വർക്കുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആണ്. നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഇവർ കൊറിയർ ആയിട്ട് അയച്ചു തരും, നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്ത് വാങ്ങാനും പറ്റും. ആക്സസറീസ് നല്ല വെറൈറ്റി കളക്ഷൻ ആണല്ലോ വന്നിരിക്കുന്നത് അല്ലേ. ഇതിൽ ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട്. വുഡൻ ടൈപ്പ് വരുന്നുണ്ട്, സെറാമിക് ടൈപ്പ് വരുന്നുണ്ട്, ഗ്ലാസ് ടൈപ്പ് വരുന്നുണ്ട്. അങ്ങനെ പല മോഡൽസ്. ഇത് വുഡാട്ടോ ഈ മാനൊക്കെ വരുന്നത് അല്ലേ. ഇത് വുഡിന്റെ ഓൾഡ് വുഡിൽ ഡിസൈൻ ചെയ്ത പോലെ തോന്നുന്നല്ലോ. ഓൾഡ് വുഡിലാണ് കേട്ടോ അതൊക്കെ വന്നിരുന്നത്. നല്ലൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. പക്ഷെ ഇതൊക്കെ ഒരു വെറൈറ്റി ലുക്കായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ ഗ്ലാസിനെ ഇതേപോലെ ഷേപ്പിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടാണ് അല്ലേ. ഇതിനകത്ത് പ്ലാന്റ്സ് ഒക്കെ കൊടുക്കാം, അതേപോലെ ഫിഷോ അങ്ങനെ എന്തെങ്കിലും അതും പറ്റില്ല, അക്വേറിയം സ്റ്റൈലില് യൂസ് ചെയ്യാം. അപ്പൊ ഇതിനകത്തൊക്കെ ഒരുപാട് മോഡലുകളുണ്ട്. ഇപ്പോൾ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു വുഡിൽ വരുന്ന ഐഡിയാസ് കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇരിക്കുകയാണ്. പല ഷേപ്പിൽ പല സൈസിൽ വരുന്നുണ്ട്. ഇനി ഇതുപോലുള്ള ബോട്ടുകളും വരുന്നുണ്ടല്ലോ അല്ലേ. ബോട്ട് ക്രൈസുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ ബോട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇത് നല്ല ഷെൽഫിൽ കൊടുത്ത അടിപൊളിയാണ്. ഇനി വുഡനായിട്ടുള്ള വേസുകൾ കുറേ മോഡലുകൾ കണ്ടു അല്ലേ. വുഡൻ വേസുകളുണ്ട്, ഒരുപാട് മോഡലുകളുണ്ട്. ഇത് ചില ഷേപ്പുകളൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ ഇത് കിട്ടില്ല, തിരഞ്ഞ് നടക്കേണ്ട ആവശ്യം വരാറുണ്ട്. പക്ഷെ ഇവിടെ ആ ഒരു പ്രശ്നം വരില്ല. അതാ ഇങ്ങോട്ടൊന്ന് നോക്കി, ഏത് ഷേപ്പിലുള്ള വുഡൻ ബേസുകളുടെയും ഒരു നല്ല കളക്ഷൻ തന്നെ ഉണ്ട്. ഇതിന്റെ പല വുഡിൽ കളറുകൾ വരുന്നുണ്ടല്ലോ അല്ലെ. അതെ, പോളിഷ് പല ടൈപ്പ് ഡിഫറൻസിലാണ് നമ്മൾ പോളിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒക്കെ ഓരോന്നിന്റെ വില എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ വിലയാണ്. ഇത് പറയാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അത്യാവശ്യം തോന്നുകയാണെങ്കിൽ നേരെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ വിളിക്കുക.
ആ കാണുന്ന ഷേപ്പ് ഇതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതിയല്ലോ അല്ലെ? വാട്സ്ആപ്പ് നമ്പർ കിട്ടുമോ അപ്പൊ അതിന് ടെൻഷൻ ഇല്ല. ഇനി ഇതാണെങ്കിലോ നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വരുന്ന രീതിയിലുള്ള ഇത് സെറ്റ് ആയിട്ട് വരികയാണോ അതോ പ്ലാന്റ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സെറ്റ് ആയിട്ട് വരുന്നതാണ്, ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത് പല മോഡലിലും ഇവിടെ കളക്ഷൻ ഉണ്ട് അല്ലേ? പല കളക്ഷൻ ഉണ്ട്. ഫ്ലവർ വരുന്നതുണ്ട്, അതേപോലെ ലീഫ് ടൈപ്പ് മാത്രം വരുന്ന മോഡൽസ് ഉണ്ട്. ഓക്കെ, ചെറുതും വലുതും ഉണ്ട് അല്ലേ? അതൊക്കെ ഒരു റിയൽ ഫീൽ കിട്ടുന്ന രീതിയിലാട്ടോ അതിനകത്തൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാ വേറെ ഉണ്ട്. ഇനി അത് മാത്രല്ല കേട്ടോ, ഇവിടെ ഒക്കെ നിറയാൻ പോവാണ് അല്ലേ? 2 ദിവസത്തിന് ഇവിടെ മൊത്തം ഫില്ലാവും, അത്രയും കളക്ഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വീടുകളിലേക്ക് ഫിനിഷിംഗ് സ്റ്റേജിൽ വരുന്ന ആക്സസറീസ്, ഫർണിച്ചറുകൾ, കർട്ടൻസ്, ഇതൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് അല്ലേ? അതിൽ ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത സംഭവങ്ങൾ, അങ്ങനെ തന്നെ പറയണം നമ്മളെ പുതിയ ബ്ലൈൻഡ്സിന്റെ കളക്ഷനൊക്കെ. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റുകൾ ആവശ്യം നേരിട്ട് വന്ന് പരിചയപ്പെടണമെങ്കിൽ എങ്ങനെയായത് ലൊക്കേഷൻ വരുന്നത്? നമ്മുടെ കുട്ടനല്ലൂര് ഹൈലൈറ്റ് മാളിന്റെ അടുത്താണ് നമ്മുടെ ഈ ലൈഫ്ലി എന്ന് പറയുന്ന സ്ഥാപനം വരുന്നത്. അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് വരാം, അതല്ലെങ്കിൽ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കൊറിയർ ആയിട്ടും ചെയ്തു കൊടുക്കും. ഓക്കെ, താങ്ക് യു.